الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അള്ളാഹുവിലുള്ള വിശ്വാസം, അല്ലേ? അൽ ഈമാനു ബില്ലാ, അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം. രണ്ടാമത് എന്താണ്? റുബൂബിയത്ത്, അല്ലെങ്കിൽ തൗഹീദുർ റുബൂബിയ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മൾക്ക് സൃഷ്ടിച്ചത്, അവനാണ് ഈ പ്രപഞ്ചം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അവനാണ് നമുക്ക് വേണ്ട വിഭവങ്ങൾ നൽകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹു ചെയ്യുന്ന പ്രവൃത്തികൾ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. തൗഹീദു റുബൂബിയ്യ. മൂന്നാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്ത് അർഹിക്കുന്നത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ദുആ, നമസ്കാരം, സുജൂദ്, നേർച്ച, ദബ്ഹ്, ബലിയർക്കൽ, ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹു തആല മാത്രമാണ് അർഹിക്കുന്നത്. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ പറയും. നാലാമത്തേത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിൻ്റെ പേരുകൾ, അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, സിഫാത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൗഹീദ് അല്ലെങ്കിൽ അൽ ഈമാനു ബില്ലാ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള വിശ്വാസം. നമ്മൾ പറഞ്ഞു ഈ കാര്യം മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ്, എല്ലാ മനുഷ്യനും അറിയാം. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ ഏതറ്റത്ത് നമ്മൾ പോയി നോക്കിയാലും മനുഷ്യർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, സൃഷ്ടാവിൽ വിശ്വസിക്കുന്നത് കാണാം, അല്ലേ? ചിലപ്പോൾ ചില ഉൾനാടുകളിലൊക്കെ പോയാൽ, ചില വനപ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് അകന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന നാടുകളിലൊക്കെ പോയാൽ സ്കൂളില്ലാത്ത പ്രദേശങ്ങൾ കാണാൻ പറ്റും, ഹോസ്പിറ്റലില്ലാത്ത സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസവും ആരാധനാലയങ്ങളും ഇല്ലാത്തൊരു നാട് നമുക്ക് കാണാൻ പറ്റില്ല. മസ്ജിദോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദീനിൻ്റെ ഒരു ആരാധനാലയം, അവരെ ആരാധനകൾ നടത്തുന്ന സ്ഥലം അവിടെ ഉണ്ടാവും, ഏത് കാട്ടിൽ പോയാലും. എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യനും ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസമില്ലാത്തവർ വളരെ അപൂർവമാണ്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അള്ളാഹുവിൻ്റെ വുജൂദിനെക്കുറിച്ച്, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് അത്തരം ആളുകൾ കുറച്ച് കൂടിയിട്ടുണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാനും അവരുടെ വാദങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മുൻകരുതൽ. മറ്റൊരു കാരണം, അള്ളാഹുവിൻ്റെ വുജൂദിലുള്ള വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യഖീൻ കൂടിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലിയത്മഇന്ന ഖൽബി, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? കൈഫ തുഹ്യിൽ മൗത, എങ്ങനെയാണ് മരിച്ച ജീവികൾക്ക്, മരിച്ച മനുഷ്യർക്ക് വീണ്ടും ജീവൻ നൽകുന്നത് എന്ന് ചോദിച്ചത് സംശയമുള്ളതുകൊണ്ടാണോ? അല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പോയിട്ട് സാധാരണ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? പരിപൂർണമായ യഖീൻ. അപ്പോൾ യഖീൻ തന്നെ പല ദർജയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും ഈമാനുള്ളവരാണ്, പക്ഷേ ഓരോരുത്തർ ഈമാനിന് അതിൻ്റെ ബലം വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസം അല്ലെങ്കിൽ ആ ഈമാൻ്റെ ഉറപ്പ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ അമലുകൾ കൂടും. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ, ഈമാൻ അദൃശ്യ കാര്യങ്ങളിൽ, ഗൈബിലൊക്കെയുള്ള വിശ്വാസം ദൃഢമാകുന്നതിനനുസരിച്ച് നമ്മുടെ നമസ്കാരം, നമ്മുടെ സദക്ക, സകാത്ത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നാകും, കൂടുതൽ വർദ്ധിക്കും. അതിനൊക്കെ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു എതിരാളി വന്നിട്ട് നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ, ഈ പറയുന്ന സംശയങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ, അതോടുകൂടി വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയില്ല, സംശയം വരില്ല. ആർക്ക്? ഉറപ്പുള്ള ആളുകൾക്ക്. അല്ലെ, നമ്മളൊരു കാട്ടിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ പോയാൽ കുറേ മരങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ പലതരത്തിലുള്ള മരങ്ങൾ കാണാം. ചിലത് ചെറിയ ചെടികളായിരിക്കും, നമുക്ക് 1-2 വിരലുകൊണ്ട് അതിനെ പറിച്ചെടുക്കാൻ പറ്റും. ചിലത് നല്ല ആഴത്തിൽ വേരുള്ള മരങ്ങളുണ്ടാവും, വലിയ മരങ്ങൾ, ഒരു മാവ് അല്ലെങ്കിൽ ഒരു തേക്ക് മരം, ഇങ്ങനെയുള്ള മരങ്ങളാണെങ്കിലോ അത് പറിച്ചെടുക്കാൻ പറ്റുമോ? സാധിക്കില്ല. ഒരു കാറ്റടിച്ചാൽ കുറേ മരങ്ങൾ പറന്നു പോകും, കുറേ മരങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഏതാണ് ഉറച്ചു നിൽക്കുക? ആഴത്തിൽ വേരുള്ളത്. അപ്പം അതുപോലെ നമ്മുടെ ഈമാൻ ആഴത്തിൽ വേര് ഊന്നി നിൽക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഈമാനിൻ്റെ വേര് ഉറക്കുന്നതിനനുസരിച്ച് എന്തുണ്ടാകും? സംശയങ്ങൾക്ക് മുന്നിലും ഫിത്നകൾക്ക് മുന്നിലും നമ്മൾ ഉറച്ചു നിൽക്കും. അപ്പം ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ട് എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി അള്ളാഹുവിൻ്റെ വുജൂദിനുള്ള തെളിവുകൾ, പലതരത്തിലുള്ള തെളിവുകളുണ്ട്. ദലീലുൽ ഫിത്ര എന്ന് പറയും, മനുഷ്യൻ്റെ ഫിത്രത്ത് തന്നെ തെളിവാണ്. അതുപോലെ തന്നെ ദലീലുൽ അഖൽ, അഖൽ കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന, അഖൽ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന തെളിവുകളുണ്ട്.
ഇങ്ങനെ പലതരത്തിലുള്ള തെളിവുകളുണ്ട്. അതിൽ ദലീലുൽ അഖൽ അല്ലെങ്കിൽ ദലീലുൽ അഖലി, ബുദ്ധിപരമായ തെളിവ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. കുറേ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ദലീലുൽ ഈജാദ്, അതുപോലെ ദലീലുൽ ഇത്ഖാൻ. എന്താണ് ദലീലുൽ ഈജാദ് എന്ന് പറഞ്ഞാൽ? സൃഷ്ടികൾക്ക് അസ്തിത്വം നൽകി എന്നത് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. ഇനി രണ്ടാമത് ദലീലുൽ ഇത്ഖാൻ. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത, അല്ലെ? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായി, ഭംഗിയായി, വൃത്തിയായി, പെർഫെക്റ്റായി ചെയ്യുക എന്നുള്ളതിനാണ് അത്ഖന എന്ന് പറയാം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഹിഫ്ളാക്കുന്നു, ആ ഹിഫ്ള് തെറ്റില്ലാതെ ചെയ്യുന്നതിനാണ് അൽ ഹിഫ്ളുൽ മുത്ഖൻ എന്ന് പറയാം. അതുപോലെ ഒരു കെട്ടിടം ഒരാൾ ഉണ്ടാക്കുകയാണ്, അതിൽ യാതൊരു ന്യൂനതകളുമില്ല, നല്ല ഉറപ്പുള്ള, അതുപോലെ ഭംഗിയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിന് എന്ത് പറയും? ഇമാറത്തുൻ മുത്ഖന, നല്ല ഉറപ്പുള്ള, പൂർണ്ണമായ ഒരു ബിൽഡിംഗ് എന്ന് പറയാം. ഇതാണ് ഇത്ഖാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഇത്ഖാൻ. അല്ലെ, ഈ ലോകത്ത് നമ്മൾ ചുറ്റും നോക്കിയാൽ ഓരോ സൃഷ്ടികളിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അത് ഏത് സൃഷ്ടിയെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടാത്ത അത്രയും അത്ഭുതങ്ങളുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാൻ നിന്നാൽ കുറച്ച് പ്രയാസമായിരിക്കും. ഒരു ഉദാഹരണം, അതായത് അള്ളാഹുവിൻ്റെ ഇത്ഖാൻ എന്ന കാര്യം ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കാണുന്ന ചുമര്, ഈ വലിയൊരു ചുമര്, ഇത് മുഴുവൻ ഒരു ബോർഡാണെന്ന് വിചാരിക്കുക, വരക്കാൻ പറ്റുന്നൊരു ബോർഡാണ്. അതിൽ നമ്മൾ കുറേ കുത്തിട്ട് വെച്ചിരിക്കുകയാണ്, കുറേ എന്താ പറയുക, നുക്ത, എന്തായാലും പറയാം മലയാളത്തിൽ, പുള്ളി, നിറച്ച് പുള്ളികളാണ്, ചെറിയ ചെറിയ പുള്ളികൾ, പെൻസിൽ കൊണ്ട് വരച്ച പുള്ളികളെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മളതിൽ ഈ ഓരോ പുള്ളിയും ഒരു ജീവിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു അവയവം അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ കാണുന്ന പുള്ളികളൊക്കെ ചുമര് മുഴുവൻ നമ്മൾ കണ്ണും പൂട്ടി അതിൽ തൊടുകയാണ്. ആ തൊടുമ്പോൾ നമ്മൾ കൈ ഏത് പുള്ളിയിലാണോ, ഏത് ഡോട്ടിലാണോ തട്ടുന്നത്, അതിങ്ങോട്ട് എടുത്തിട്ട് ആ ജീവി, അല്ലെങ്കിൽ അവിടെയുള്ള ആ ജീവിയുടെ അവയവം, ആ പാർട്ട്, അതിനെക്കുറിച്ച് നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള അത്രയും അത്ഭുതം അതിലുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഈ ലോകത്തുള്ള ഓരോ വസ്തുവിലും അത്ഭുതകരമായ പെർഫെക്ഷൻ, ഇത്ഖാൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, നമ്മൾ സംസാരിക്കുന്ന, ഇപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ നിൽക്കുകയാണ്. അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ നാവ്, സംസാരിക്കാൻ പാകത്തിൽ ചുണ്ടുകൾ, താടിയല്, ഇതൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അതൊക്കെ ഒരു പ്രത്യേക അളവിലും വലുപ്പത്തിലും ഘടനയിലുമൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അതുപോലെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ചെവി, അതിലേക്ക് ഈ ശബ്ദം എത്തുന്നത്, ആ ചെവിയിലൂടെ അത് കടന്നുപോയി നിങ്ങളുടെ മനസ്സും തലച്ചോറും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളിത് മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ ഇനി മരണം വരെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാലം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ വേണം. എല്ലാവർക്കും പേടിയാണ്, ഏത് ഉപകരണത്തിലാണ് സേവ് ചെയ്ത് വെക്കുക, എടുത്ത് വെക്കുക, അത് പോവും, ഏതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത് എന്നൊക്കെ ആൾക്കാർ പേടിച്ച് നിൽക്കുകയാണ്. അല്ലെ, ഒന്നും വിശ്വാസമില്ല ആർക്കും. കാരണം ഏത് നിമിഷവും നഷ്ടപ്പെടാം. അങ്ങനെ നഷ്ടപ്പെടാതെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് നമുക്കുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സൃഷ്ടികളും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ. അല്ലെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് പറയണം. സുൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണിത്. എങ്ങനെയുള്ള അള്ളാഹു? അല്ലദീ അത്ഖന, ഇത്ഖാൻ നൽകിയവനായ, പെർഫെക്ഷൻ നൽകിയവനായ. എന്തിനാണ് അള്ളാഹു പെർഫെക്ഷൻ നൽകിയിരിക്കുന്നത്? മനുഷ്യന് മാത്രമാണോ, അല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കാണോ? കുല്ല ഷൈ, എല്ലാ വസ്തുക്കൾക്കും ഇത്ഖാൻ നൽകിയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ സൂറത്തു സജ്ദയിൽ പറയുന്നു ദാലിക ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അല്ലെങ്കിൽ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹു ആകുന്നു അവൻ. അൽ അസീസുർ റഹീം, ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തി അൽ അസീസുർ റഹീം അല്ലദീ അഹ്സന. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇത്ഖാൻ എന്ന് തന്നെ. അല്ലദീ അഹ്സന, പരിപൂർണമാക്കിയവനാണവൻ. എന്തിനെയാണ് പൂർണ്ണമാക്കിയിരിക്കുന്നത്? കുല്ല ഷൈ ഖലഖഹു, താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും. അപ്പോൾ ഒരു വസ്തു അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ, അതിൽ പെർഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ പെർഫെക്ഷൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ പരിപൂർണത, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തു എടുത്ത് നോക്കിയാലും മതി, അതിലൊക്കെ ഈ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, രാസവസ്തുക്കൾ കൂടിച്ചേർന്നിട്ടാണ്, അല്ലേ? ഇപ്പം പല വസ്തുക്കളും, ഓക്സിജൻ ഉണ്ട്, ഗ്യാസിൽ, അതുപോലെ നൈട്രജൻ ഉണ്ട്, അതുപോലെ ഖരവസ്തുക്കളാണെങ്കിൽ കാർബൺ ഉണ്ട്, അയൺ ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് പ്രപഞ്ചത്തിലുള്ളത്. ഇങ്ങനെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെ? 90
ചില്ലാനം, ആൻറ്റി പ്ലസ്, അത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ഇത് കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഓരോ 90 ഓരോന്നും എടുത്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഘടന, അതിൻ്റെ ഉള്ളിൽ വളരെ സൂക്ഷ്മമായ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അതിൻ്റെ എത്ര ദൂരത്തിൽ ഇലക്ട്രോൺ ഉണ്ട്. ആ ദൂരം മാറിയാൽ പ്രശ്നമാണ്. ആ ദൂരം കൃത്യമായ ദൂരത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഏതൊരു വസ്തു എടുത്ത് നോക്കിയാലും അതിലൊക്കെ അത്ഭുതകരമായ ഇത്ഖാൻ, പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഈ അളവിലായതുകൊണ്ട്. അതുപോലെ നമ്മുടെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, ജൗവ് എന്ന അറിവിൽ പറയുന്ന ഈ അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. പക്ഷേ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? ഗ്യാസുകൾ, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതൊക്കെ ഒരു കൃത്യമായ അളവിൽ. ഈ അളവ് മാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് ശ്വസിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ കാണുന്ന ഈ ഗ്യാസുകളൊക്കെ അതിൻ്റെ ഡെൻസിറ്റിയൊക്കെ, അതിൻ്റെ എന്താ പറയുക, മലയാളത്തിൽ സാന്ദ്രത എന്ന് പറയും അല്ലേ? ഇത് കൂടുതലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ട് കേൾക്കില്ല, കുറച്ച് ദൂരെ കേൾക്കുള്ളൂ. കുറച്ച് കട്ടിയുള്ള ഗ്യാസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സംസാരം അങ്ങോട്ട് എത്തൂല, കേൾക്കുന്ന ആളുടെ അടുത്ത്, മുമ്പിലുള്ള ആളുടെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ പാകത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും, അതുപോലെ വെള്ളത്തിന് മറ്റുള്ള വസ്തുക്കൾ അലിയിച്ച് കളയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ല, നമ്മൾ കുളിക്കുന്നത് വെള്ളം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഈ വെള്ളം എന്ന് പറയുന്ന വസ്തു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ വൃത്തിയാക്കും. വെള്ളത്തിന് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ലയിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മണ്ണിലേക്ക് നമ്മൾ ഇറക്കുന്ന വിത്ത്, ആ വിത്ത് സ്വീകരിച്ച് അതിനെ മുളപ്പിക്കാൻ, വിത്തുകളൊക്കെ മുളച്ച് അതിൻ്റെ മുള പുറത്ത് വരുമ്പോൾ ഈ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ വിത്തിന് മുളച്ച് പുറത്ത് വരാൻ പാകത്തിൽ മാറിക്കൊടുക്കുന്നുണ്ട്. ആ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഒരു ഇരുമ്പായിരുന്നെങ്കിലോ, നിലത്ത് മുഴുവൻ ഇരുമ്പായിരുന്നെങ്കിലോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ഹോൾസ് ഉണ്ടാക്കിയിട്ട് വിത്തിട്ടാൽ എന്ത് സംഭവിക്കും? അതിന് പുറത്ത് വരാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെ ഓരോ സൃഷ്ടിയിലും അല്ലാഹു തആല അത്ഭുതകരമായ ഇത്ഖാൻ ചെയ്തു വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കാലാവസ്ഥകൾ മാറുന്നത്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദൂരം അല്ലെ? സൂര്യൻ കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? നമ്മളൊക്കെ ഐസായി പോയിട്ടുണ്ടാകും. നമ്മളെ രക്തമൊക്കെ ഉള്ളിൽ, രക്തത്തിൻ്റെ കുഴലുകളിൽ കിടന്നിട്ട് ഐസായി എല്ലാവരും ഉടനെ മരിച്ചു പോകും. സൂര്യൻ കുറച്ച് അടുത്തായിരുന്നെങ്കിൽ, ദൂരമായിരുന്നെങ്കിൽ, കുറച്ച് ദൂരമായിരുന്നെങ്കിൽ. അടുത്തായിരുന്നെങ്കിലോ കരിഞ്ഞു പോകും. അപ്പോൾ അത് കൃത്യമായ അളവിലാണ് സൂര്യൻ അവിടെ നിൽക്കുന്നത്. കാലാവസ്ഥകൾ മാറുന്നത്, ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനി ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതിൻ്റെ ഈ ഇത്ഖാൻ, അള്ളാഹുവിൻ്റെ ഈ പരിപൂർണമായ സൃഷ്ടിപ്പ്, ഇതിൻ്റെ പൂർണ്ണത മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്. മറ്റൊരവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഈ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണവും ഈ കൃത്യമായ ഘടനയും ഇല്ലാതെ, മനുഷ്യജീവിതത്തിന് അനുകൂലമായ ഘടനയില്ലാതെ ഒരു ലോകം നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയുടെ ഒരു ഭാഗത്താണ് അല്ലേ? ഈ ഭാഗത്ത് എപ്പോഴും പകലാണെന്ന് വിചാരിക്കുക. അതായത് സൂര്യൻ ഭൂമിയും തമ്മിലൊരു എന്താ പറയുക, റിലേറ്റീവ് മോഷനുണ്ട്. അപ്പോൾ ഈ അനക്കം കൊണ്ടാണ്, ഭൂമി തിരിയുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകൽ മാറി മാറി വരുന്നത്. നമ്മളിരിക്കുന്ന ആ സ്ഥലത്ത് അങ്ങനെ ഒരു ചലനമില്ല, എപ്പോഴും അവിടെ വെളിച്ചമാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് വെളിച്ചം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അറിയോ? ഇല്ല. കാരണം നമ്മൾ ഇരുട്ടെന്താണെന്ന് കാണുന്നില്ല. ഇരുട്ടെന്താണെന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് വെളിച്ചം എന്താണെന്ന് അറിയുള്ളൂ. അതുപോലെ നമ്മൾ ഒരു ദിവസം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്യാസുകളൊക്കെ മാറി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമെന്ന് വിചാരിക്കുക. ഓക്സിജൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. പിറ്റേ ദിവസം നമുക്ക് ഇഷ്ടം പോലെ ഓക്സിജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓക്സിജൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതായത് നമ്മൾ സുഖമായി ഫ്രീ ആയിട്ട് എടുക്കുന്നു, പുറത്ത് വിടുന്നു, നമുക്കറിയില്ല. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളൊക്കെ സിലിണ്ടർ വെച്ച് നടക്കും. ചില ആൾക്കാർ കണ്ടില്ലേ, രോഗികളായിട്ട് പ്രായമായ ആൾക്കാരൊക്കെ, അവർക്ക് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അവരുടെ ശ്വാസകോശത്തിനൊക്കെ പ്രശ്നം വന്നിട്ട് എന്ത് ചെയ്യും? ഒരു മാസ്ക് വെച്ചിട്ട് ഒരു സിലിണ്ടർ കൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. അവർ കിടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ബാക്കി എല്ലാ പണിയും ചെയ്യും, പക്ഷേ കൂടെ ഈ സിലിണ്ടർ വേണം, അത് വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വെച്ചു. ഇതുപോലെ ആയിരുന്നെങ്കിൽ നമ്മൾ 1.5 ദിവസങ്ങൾ, ഒരു ദിവസം സിലിണ്ടറും ഒരു ദിവസം ഓക്സിജൻ. അപ്പോൾ എന്ത് മനസ്സിലാവും? ഓക്സിജൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെയാണ് മറ്റെല്ലാ കാര്യങ്ങളും. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭംഗി, ഈ ഘടന, ഈ കൃത്യത, പെർഫെക്ഷൻ, ഇതൊന്നും നമുക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെ അല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മൾ ജനിച്ചത് മുതൽ ഈ പൂർണ്ണമായ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു ഘടന ഈ ലോകത്തിനുണ്ട്. അത് നമ്മൾ
മറ്റൊരവസ്ഥ കാണാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത് മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, ഈ ചെറിയ ആറ്റം എന്ന് പറയുന്നത് എല്ലാ വസ്തുവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗത്തിനാണ് ആറ്റം എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ആറ്റം ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് അതിൽ നിന്ന് എനർജി പുറത്തു വന്നിട്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. ആറ്റം ബോംബിൻ്റെ നാശം അതെത്ര പ്രഹരശേഷിയുള്ളതാണ്, അത് ഉപയോഗിച്ചാൽ എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്കറിയാം. കോടിക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് ജപ്പാനിൽ. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഈ ആറ്റം അത് നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നില്ല? അതങ്ങനെ തന്നെ അപകടമില്ലാതെ നിൽക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ ആകാശത്ത് മില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇതൊന്നും പരസ്പരം കൂട്ടിയിടിക്കാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ഓരോ നക്ഷത്രവും ചലിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. അത് അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് 10,000 ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട്. ഇതൊന്നും തമ്മിൽ കൂട്ടിമുട്ടി തകരാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് അള്ളാഹുവിൻ്റെ ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ അള്ളാഹുവിൻ്റെ ഈ തർത്തീബ്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥ, ആ വ്യവസ്ഥ അത് തകരാറിലായാൽ എന്ത് സംഭവിക്കും? ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല. ഈ പറയുന്ന പോലെ ആറ്റമൊക്കെ സ്വയം പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയാണ്. ആറ്റം ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആറ്റോമിക് റിയാക്ടർ ഉണ്ടാക്കേണ്ട ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തം തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി എന്ത് സംഭവിക്കും? അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ വ്യവസ്ഥ അത് മാറിപ്പോയാൽ ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല. അള്ളാഹുവാണ് ആകാശഭൂമികളെ അതിൻ്റെ സ്ഥാനം തെറ്റുന്നതിൽ നിന്ന് പിടിച്ചു വച്ചിരിക്കുന്നത്. വല ഇൻസാലത, അത് തെറ്റിപ്പോയാൽ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും അത് പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, അല്ലെങ്കിൽ ഇതൊക്കെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നാം ഒരു ചോദ്യം, ഒരു തോന്നൽ. എന്താണ്? ഇതൊക്കെ വ്യക്തമായ ഭൗതിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ആറ്റം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിന് ഇന്ന സാഹചര്യങ്ങൾ വേണം, ഇത്ര ടെമ്പറേച്ചർ വേണം, ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ വസ്തുക്കൾ വേണം, അതൊക്കെ ഉണ്ടായാലേ പൊട്ടിത്തെറിക്കുള്ളൂ. അപ്പോൾ പ്രകൃതിയിലുള്ള നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇതുപോലെ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ അള്ളാഹ് പിടിച്ചിട്ടൊന്നുമല്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലേ? ഇപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് താഴേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? സൂര്യനെ അപ്പുറത്തു നിന്നുള്ള മറ്റ് നക്ഷത്രങ്ങൾ ആകർഷിക്കുന്നുണ്ട്. അതിൻ്റെ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി, അതുകൊണ്ടാണ് സൂര്യൻ അവിടെ നിൽക്കുന്നത്. ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്, ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളുള്ളത് കൊണ്ടാണ്. സൂര്യനേക്കാളും വലിപ്പമുള്ള വേറെ നക്ഷത്രങ്ങളുണ്ട്, അപ്പോൾ അത് അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് സൂര്യനെ. അതുകൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്, അല്ലാതെ വേറെ ഒരു സൃഷ്ടാവ് പിടിച്ച് വെച്ചിട്ടൊന്നുമല്ല. ഇങ്ങനെ ഒരാൾക്ക് തോന്നാം. ആ തോന്നലിനുള്ള മറുപടി എന്താണ്? യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതിക നിയമങ്ങൾ എന്ന് പറയുന്നത്, ആ നിയമം സ്വന്തം ബുദ്ധിയും സ്വന്തം ഇറാദത്ത്, മനസ്സിൽ ഉദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിനാണ് ഇറാദത്ത് എന്ന് പറയാം. സ്വന്തമായി ഉദ്ദേശവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു വസ്തുവാണോ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. വെള്ളം തിളപ്പിക്കാം നമ്മൾ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ വെള്ളം തിളക്കും അല്ലേ? അതൊരു നിയമമാണ് അല്ലേ? പക്ഷെ നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ടില്ല, വെള്ളം വെറുതെ പാത്രത്തിൽ വെച്ചിട്ട് 100 ഡിഗ്രി ആകുമ്പോൾ അത് തിളച്ചോളും എന്ന് പറഞ്ഞാൽ തിളക്കോ? ഇല്ല. അപ്പോൾ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തിളക്കും എന്നുള്ളത് ആ നിയമം. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ചൂടായാൽ അത് തിളക്കുന്നതാണ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസ്, ആ സെൻറ്റൻസ് വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു വിവരണമാണ്. അതായത് ഞാൻ അവിടെ അടുപ്പ് ഓണാക്കി ചൂടാക്കി, അല്ലെങ്കിൽ വിറക് കത്തിച്ച്, അല്ലെങ്കിൽ പെട്രോൾ കത്തിച്ച്, മണ്ണെണ്ണ കത്തിച്ച് ചൂട് വെള്ളത്തിന് കൊടുത്തു. ആ ചൂട്, ഈ തീയിൻ്റെ ഒരു ഗുണമാണ് ചൂടുണ്ടാവുക എന്നുള്ളത്. ആ ചൂട് ആ വെള്ളത്തിലേക്ക് ചെന്നു. അപ്പോൾ ആ ചൂട് കൂടി 100 വെള്ളം ആവിയായി. ഇത്രയും നടന്നൊരു കാര്യത്തിന് നമ്മൾ ചുരുക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആയാലും വെള്ളം തിളക്കും എന്നുള്ളത്. അതല്ലാതെ ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ നിയമം വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഏതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തും നിയമങ്ങളുണ്ടാവും. നല്ല നിയമങ്ങൾ, വളരെ കണിശമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ ആളുകൾക്ക് സമാധാനം ഉണ്ടാവും അല്ലേ? അവിടെ നിർഭയത്വം ഉണ്ടാവും, അമ്നുണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. ഒരാൾ പറയാണ് ഇവിടെ ദുബായിലിപ്പോൾ ഇവിടെ അമ്നുണ്ടാവാൻ കാരണം, നിർഭയത്വം ഉണ്ടാകാൻ കാരണം ഇവിടുത്തെ നിയമങ്ങളാണ് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് ഈ പറഞ്ഞത്. അഥവാ പ്രപഞ്ചം അത് തകരാതെ മുന്നോട്ട് പോകുന്നത് നിയമങ്ങൾ കാരണമാണ്, ശാസ്ത്രീയ നിയമങ്ങൾ, ഭൗതിക നിയമങ്ങൾ കാരണമാണ് എന്ന് പറയുന്നത് ദുബായിൽ നിയമം കാരണമാണ് നിർഭയത്വം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഈ നിയമം ആരുണ്ടാക്കി? നിയമം ഉണ്ടാക്കിയ ഒരാളും ആ നിയമം അതുപോലെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരാളും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ
ആ നിയമം നടപ്പിലാകുമോ? ഇല്ല. ഇപ്പോൾ ദുബായിൽ ഈ നിയമം നടപ്പിലാക്കുന്ന അധികാരികളുണ്ട്. ഇവിടുത്തെ ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊക്കെ അവരെ പണി നിർത്തിയാൽ എന്ത് സംഭവിക്കും? എഴുതി വെച്ച നിയമങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും ഇവിടെ? ഒന്നും ചെയ്യില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭാഷയിൽ ഇങ്ങനെ പറയുമെങ്കിലും, നല്ല നിയമമുള്ളത് കൊണ്ടാണ് അവിടെ സമാധാനം എന്നൊക്കെ പറയുമെങ്കിലും, ആ നിയമം എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കുന്ന ആളുകളുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വിവരിക്കുന്ന ഒരു പേര് മാത്രമാണ് നിയമം എന്നുള്ളത്. തങ്ങളുടെ നാട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, അതിന് വിരുദ്ധമായി ഇന്ന ഇന്നത് ചെയ്താൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിക്ഷ നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ, അവരുടെ ഈ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് നിയമം എന്ന് പറയുന്നത്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയുന്നത് അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് നമ്മൾ പറയുന്നൊരു പേരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവ്, ഖാലിഖ്, അവൻ ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിനെ നിരീക്ഷിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് അള്ളാഹ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതൊരാൾ വിവരിച്ചത് മാത്രമാണെന്ത്? ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. അതല്ലാതെ ഈ നിയമങ്ങൾ വന്ന് ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിൻ്റെയും പ്രത്യേകതകൾ, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ തമ്മിൽ ഇടപഴകുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ ഫിഅലാണ്, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. അതല്ലാതെ ഈ നിയമങ്ങൾ ഒന്നും സ്വന്തമായി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന പല പ്രതിഭാസങ്ങളെ പറ്റിയും അള്ളാഹു തആല അവനിലേക്ക് ചേർത്തി പറഞ്ഞത്. ഉദാഹരണം, അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന്. ഇവിടെ സമാ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്, ആകാശം എന്നല്ല. അൻസല മിനസ് സമാഇ മാഅൻ, മുകളിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം മഴ പെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണ്. വെള്ളം മുകളിലേക്ക് പോയി മഴയായിട്ട് പെയ്യുന്നത്. അപ്പോൾ ഈ പ്രക്രിയകൾ മുഴുവനും താഴെയുള്ള ഈ വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ ആവിയായി പോകാനുള്ള പ്രത്യേകത കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. ഒരു പ്രത്യേക അളവിൽ ചൂടെത്തി കഴിഞ്ഞാൽ അത് ആവിയായി പോകും. മുകളിൽ ചെന്നിട്ട് അത് മേഘമായി മാറുന്നു. ആരാണ് ചെയ്യുന്നത്? അള്ളാഹു ചെയ്യുന്നതാണ്. ഈ മേഘം അത് ഒരു പ്രത്യേക ചൂടിൽ അല്ലെങ്കിൽ തണുപ്പിൽ അത് വെള്ളമായി മാറി താഴേക്ക് വരുന്നു. അതാരാണ് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്യുന്നത്. അതുപോലെ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ, അള്ളാഹു തആല മേഘങ്ങളെ ചലിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പോൾ ഈ പ്രാപഞ്ചിക നിയമങ്ങളെല്ലാം, ലോകത്തുള്ള നിയമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുടെ ഒരു പേര് മാത്രമാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനെ വിവരിച്ചു കൊടുക്കുന്ന രീതി മാത്രമാണ് നിയമങ്ങളെന്ന് പറയുന്നത്. ഇനി ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ഇത്ഖാൻ, പരിപൂർണതക്ക് ഉദാഹരണമായിക്കൊണ്ട് ഒരു കാര്യം മാത്രം പറയാം. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു കാര്യം നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റ്, ഏറ്റവും ചെറിയ ഭാഗം ഏതാണ്? സെല്ല് അല്ലേ? മലയാളത്തിൽ കോശം എന്ന് പറയും, അറബിയിൽ ഖലിയത്ത് എന്ന് പറയും. ഈ സെല്ലുകൾ എത്ര ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ? ഒരാളുടെ ശരീരത്തിൽ കുറേ എന്ന് പറഞ്ഞാൽ 1000, 10,000, ലക്ഷം, കോടി, കോടിക്കണക്കിന്. എത്ര കോടി? 10 കോടി, 100 കോടി, 1 ട്രില്യൺ, 1 ട്രില്യൺ അല്ല, 37 ട്രില്യൺ കോശങ്ങളുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ. 37 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 0, 13 0. അതായത് 1 മില്യൺ മില്യൺ. ട്രില്യൺ ഉണ്ടോ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1 ട്രില്യൺ, 1 ട്രില്യൺ അല്ല, 37 ട്രില്യൺ ആണ്. 1 ട്രില്യണിലൂടെ 37 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത്രയും ഖലിയത്തുകൾ, അത്രയും കോശങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഇനി ഈ 37 ട്രില്യൺ എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ അതിൽ ഓരോന്നും 37 ട്രില്യൺ മണൽത്തരികളല്ല. ഓരോ സാധനവും എന്താണ്? ഒരു സെല്ലാണ്. ആ സെല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ ശരീരം പോലെ തന്നെയാണ്. ഓരോ സെല്ലും ഒരു മനുഷ്യനെ പോലെയാണ്. ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം, ന്യൂട്രിയൻസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ വേസ്റ്റ് പുറത്ത് കളയുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇത്രയും ട്രില്യൺ സാധനങ്ങൾ. ഇനി അതിൻ്റെ ഉള്ളിൽ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അല്ലെ, ആറ്റത്തിന് ന്യൂക്ലിയസ് ഉള്ള പോലെ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണ്? പല സാധനങ്ങളുണ്ട്. അതിലൊരു സാധനമാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA അതിലൂടെയാണ് നമുക്ക് സിഫാത്തിൻ വറാഫിയ, നമ്മളെ എന്താ പറയുക, ഹെറിഡിറ്ററി ട്രേറ്റ്സ്, മാതാപിതാക്കളുടെ സ്വഭാവം മക്കളിലേക്ക് വരുന്നത് ഇതിലൂടെയാണ്. ഈ DNA എത്ര ഉണ്ട് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ? അങ്ങനെ മടക്കി വച്ചിരിക്കുകയാണ്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മടക്കി വച്ചിരിക്കുകയാണ് DNA. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൂല് പോലെ ഉള്ളൊരു സാധനം. അത് മടക്കി 23 ക്രോമസോമുകളാക്കിയിട്ട്, അത് 23 പീസാക്കിയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഒരു പീസ്, ആ 23
പീസുകളുണ്ടല്ലോ, അത് ഓരോന്നും എടുത്ത് നിർത്തിയാൽ എത്രയാണ് അതിൻ്റെ നീളം DNA? അതായത് ഒരു സെല്ലിൻ്റെ ഉള്ള DNA ടോട്ടൽ നീളം എത്രയാണ്? 2 മീറ്റർ. അങ്ങനെ ഏകദേശം ഇവിടുന്ന് ഏകദേശം അങ്ങോട്ട് എത്തും, അതിൻ്റെ കുറച്ച് താഴെ ആയിരിക്കും, ഈ റൂഫിൻ്റെ അടുത്ത് വരെ എത്തും. ഒരു സെല്ലിൻ്റെ ഉള്ളിലാണിത്, ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിലല്ല. ഈ ട്രില്യൺ കണക്കിന് 37 ട്രില്യൺ സെല്ലുകളിൽ ഒന്നിൻ്റെ ഉള്ളിൽ ഉള്ള DNA അളവാണിത്. ഈ കാണുന്ന DNA ഉണ്ടല്ലോ എത്രയും പോകുന്നത് 2 മീറ്റർ ഉള്ളത്. ഈ 2 മീറ്ററുള്ള DNAയിൽ നിങ്ങളുടെ ഫുൾ സിഫത്തുകളും അതിലുണ്ട്, അതിൽ എഴുതി വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഘടന? അത് ഇത്രയും പോകുന്ന ഒരു നൂലല്ല, ഒറ്റ നൂലല്ല, 2 നൂലുകളുണ്ട്. 2 എണ്ണമാണ് ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ആ 2 എണ്ണം ഇങ്ങനെ ഒരു നമ്മളെ എന്താ പറയുക, പിരിയായിട്ടുള്ള കോണി ഉണ്ടാവുമല്ലോ, ഹെലിക്സ്, ഡബിൾ ഹെലിക്സ് ആണ്. അതിൻ്റെ ഇടയിൽ ഈ 2 നൂലുകൾക്ക് ഇടയിൽ ഓരോ ചവിട്ടുപടി പോലെ, സ്റ്റെപ്പുകൾ പോലെ വടികളുണ്ട്. അപ്പോൾ ഇത്രയും പോകുന്ന ഈ DNA എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 മീറ്റർ. അപ്പോൾ മൊത്തം എത്ര മീറ്റർ ഉണ്ടാവും? നമ്മുടെ ശരീരത്തിലെ മൊത്തം DNA എടുത്താൽ എത്ര ഉണ്ടാവും? അതായത് 37 ട്രില്യൺ അല്ലേ സെല്ലുകൾ, 37 ട്രില്യൺ. അതിൽ കുറേ സെല്ലുകൾക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ രക്തം ഇല്ല, നമ്മളെ റെഡ് ബ്ലഡ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. പിന്നെ വേറെ കുറേ പ്ലേറ്റ്ലെറ്റിനാണ് തോന്നുന്നുണ്ട് ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കിയാൽ 10 ട്രില്യണിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ 10 ട്രില്യൺ ഉണ്ട്. അപ്പോൾ 10 ട്രില്യൺ ഇൻറ്റു 2 എത്രയായി? 20 ട്രില്യൺ. 20 ട്രില്യൺ മീറ്റർ. അപ്പോൾ കിലോമീറ്റർ ആണെങ്കിലോ കൊണ്ട് 20 മില്യൺ ആണെന്ന് തോന്നുന്നുണ്ട്. 20 മില്യൺ കിലോമീറ്റർ. അത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മീറ്റർ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 മില്യൺ കിലോമീറ്റർ. അതായത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനിൽ 70 പ്രാവശ്യം പോയി വരാം. ഇവിടുന്ന് ഈ DNA എടുത്ത് നീട്ടി സൂര്യൻ വരെ വിടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ 70 പ്രാവശ്യം. ഇതാണ് ഒരഭിപ്രായം. മറ്റൊരു അഭിപ്രായ പ്രകാരം ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എൻ്റെ 4 ഇരട്ടി, അതായത് 300 പ്രാവശ്യം പോയി വരാനുള്ള വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. സൂര്യനെ ചുറ്റുകയാണെങ്കിൽ 4500 പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ പറ്റും. സൂര്യൻ്റെ വലിപ്പം ഭൂമിയേക്കാളും 1 മില്യൺ ഇരട്ടിയാണ്. അപ്പോൾ ഇത്രയും വലിയ സൃഷ്ടി. ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഈ കിടക്കുന്ന ജനിച്ച ചെറിയ കുട്ടീൻ്റെ ശരീരത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, എല്ലാവരുടെ ശരീരത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ ഇത്ഖാൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്നാണ് പറയുന്നത് നിഷേധിക്കുന്ന ആളുകൾ. ഇനി ഈ DNA, ഓരോ സെല്ലിലുള്ള DNAയിൽ നമ്മുടെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ആരാണ്, നമ്മുടെ സിഫത്തുകൾ, നമ്മുടെ കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, കണ്ണിൻ്റെ നിറം എന്താണ്, മൂക്കിൻ്റെ നീളം എത്രയാണ്, മുടി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഓരോന്നിലുണ്ട്. അതായത് കണ്ണിലുള്ള സെല്ലിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഫുൾ ബോഡി എല്ലാ ഹിസ്റ്ററിയും കണ്ണിലുണ്ട്, മൂക്കിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു മുറിവായി കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായെന്ന് വിചാരിക്കുക. ആ മുറിവുണ്ടായാൽ ഈ DNA ഉപയോഗിച്ചിട്ടാണ് ഈ മുറിവ് മാറുന്നത്. അല്ല, നിങ്ങൾ കയ്യുമ്പോൾ ചെറിയൊരു മുറിവായി, നിങ്ങൾ അടി കൂടി ചെറിയൊരു മുറിവായി വിചാരിച്ചു. അപ്പോൾ ഒരു മുറിവാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലേ, കുറേ സെല്ലുകൾ നശിച്ചുപോയി ആ ഭാഗത്ത്. ഒരു അടിക്ക് എത്ര സെല്ല് പോയിട്ടുണ്ടാവും? മില്യൺ കണക്കിന് സെല്ല് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടിപിടി കൂടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു നുള്ളിയിട്ടേ ഉള്ളൂ. ആ ഒരു നുള്ളലിൽ നിങ്ങൾ കൊല്ലുന്നത് ചിലപ്പോൾ 2 മില്യൺ സെല്ല് ഇവിടെ കൊന്നിട്ടുണ്ടാവും. ഈ 2 മില്യൺ സെല്ലുകൾ പിന്നെ ഉണ്ടാവണം അല്ലേ? 2 ദിവസം കഴിയുമ്പോൾ മുറിവ് മാറുമല്ലോ. അപ്പോൾ ഈ 2 ദിവസം അവിടെ നടക്കുന്നത് എന്താണ്? അവിടെയുള്ള സെല്ലുകൾക്ക് മനസ്സിലായി കുറച്ച് സെല്ല് പോയിട്ടുണ്ട്, 2 മില്യൺ സെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള ബാക്കിയുള്ള സെല്ലുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? അവരുള്ളിലെ DNAയിൽ നോക്കും. ആ DNAയോട് അവർ ഹെൽപ്പ് എടുക്കും. അതായത് ഒരു മുറിവ് ഒട്ടിക്കാനുള്ള ഒരു സാധനം, ഒരു പ്രോട്ടീൻ, നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിക്കുന്ന മാതിരി ഒരു പ്രോട്ടീൻ വേണം ഈ മുറിവ് കൂടാൻ വേണ്ടിയിട്ട്, കൊളാജൻ എന്ന് പറയുന്ന സാധനം. ആ കൊളാജൻ ഉണ്ടാക്കാൻ DNAയോട് ഒരു ആവശ്യപ്പെടും. ഈ DNAയിൽ നമ്മുടെ ഫുൾ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഈ കൊളാജൻ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവുള്ള DNA ഉണ്ട്. അതവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. അതായത് നമ്മുടെ ബോഡി, ശരീരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതൊക്കെ DNA ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ കൊളാജൻ ഉണ്ടാക്കാനുള്ള വിവരമുള്ള ആളവിടെ കിടക്കുന്നുണ്ട് DNA. അതിനെ പോയിട്ട് ഓണാക്കും, അത് കൊളാജൻ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ മുറിവ് ഒട്ടാനുള്ള സാധനമായി. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പില്ലേ, കുറേ സെല്ല് പോയില്ലേ, അപ്പോൾ പുതിയ സെല്ല് ഉണ്ടാക്കണം. പുതിയ സെല്ലെന്ന് പറഞ്ഞാൽ അവിടെ തൊലി പോയിട്ടുണ്ടാവും, ബ്ലഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേ ബ്ലഡ് സെൽസ് പോയി, കുറേ സ്കിന്നിൻ്റെ സെൽസ് പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? ഇതൊക്കെ ആരുണ്ടാക്കും? അടുത്തുള്ള സെല്ലുകൾ സഹായിക്കും, എൻ്റെ പകുതി അങ്ങോട്ട് കൊടുക്കും. അവർ ഡിവൈഡ് ചെയ്യും, സ്വയം ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ കാണുന്ന DNA, ഇത്രയും നീണ്ട ഈ 2 മീറ്റർ വീതമുള്ള DNA ഉണ്ടല്ലോ,
അത് പുതിയതിലും വേണ്ടേ? കാരണം നാളെ വീണ്ടും ഒരു അടി കിട്ടിയാൽ എന്ത് ചെയ്യണം? വീണ്ടും ശരിയാക്കണ്ടേ? അപ്പോൾ ഈ ഫുൾ ഹിസ്റ്ററി എന്ത് ചെയ്യും? കോപ്പി ചെയ്യും. വെറുതെ എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തന്നാൽ മുറിച്ച് കൊടുക്കല്ല. ഇവൻ എന്ത് ചെയ്യും? ഇവൻ്റെ DNA മൊത്തം ഒരു കോപ്പി എടുക്കും. ഈ സെല്ല് ഒരു സെല്ലല്ല, മില്യൺ കണക്കിന് സെല്ല് പോയിട്ടുണ്ട്. അപ്പോൾ മില്യൺ കണക്കിന് സെല്ലുകളോട് അടുത്തുള്ള സെല്ലുകൾ എന്ത് ചെയ്യും? സ്വയം പിളരും, അവർ പകുതിയാവും, സെയിം കോപ്പി ആയിട്ട് മാറും. എന്നിട്ട് ആ കോപ്പി വെച്ചിട്ട് അവിടെ പുതിയ ആ മുറിവ് ശരിയാവും. അപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക് അടി കിട്ടി കിടന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണത്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ചെറിയൊരു മുറിവല്ല, ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റൊക്കെ ആയിട്ട് വലിയ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 1 ട്രില്യൺ സെല്ല് പോയിട്ടുണ്ടാവും. ഇതൊക്കെ കുറച്ച് കാലം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വീണ്ടും നിർമ്മിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇത്ഖാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിലും അള്ളാഹുവിൻ്റെ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളത് നോക്കി കാണുന്നില്ല എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഒരു റബ്ബില്ല, സൃഷ്ടാവില്ല എന്ന് പറയുന്ന ആളുടെ ഉത്തരം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത് അം ഖുലിഖൂ മിൻ ഗൈരി ഷൈ, ശൂന്യതയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ നിയമങ്ങൾ, പ്രകൃതിയിലുള്ള നിയമങ്ങൾ. നമ്മൾ പറഞ്ഞ പോലെ 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് നിയമം? ഒരു മുറിവായാൽ അടുത്ത സെല്ലുകൾ അത് പരിഹരിക്കും. ഇതൊരു സൃഷ്ടാവാണോ? അതോ ഒരു സൃഷ്ടാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണോ ഈ പറയുന്നത്? ഈ പറഞ്ഞ പ്രവൃത്തി, ഇപ്പോൾ ഈ മുറിവ് മാറുന്നു എന്നുള്ളത്, അത് ഈ സെല്ലുകൾ ചെയ്തു എന്ന് പറയണോ? അതല്ല സെല്ലുകൾ, തൊട്ടടുത്തുള്ള സെല്ലുകൾ നശിച്ചു പോയാൽ സ്വയം പിളർന്നുകൊണ്ട് അവിടെ പോയി നിൽക്കും എന്ന് പറയുന്ന നിയമമാണോ ഇവിടെ ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്തത്? അതല്ല പുറത്തുള്ള ഒരാളാണോ? അതൊരു സംശയമല്ല, പുറത്തുള്ള ഒരാളാണ്, ഒരു സൃഷ്ടാവാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ. അപ്പോൾ ഇതിനാണ് ദലീലുൽ ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെ നോക്കിയാൽ, ഇതൊരു ഉദാഹരണം മാത്രം, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഉദാഹരണം മാത്രം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ സംസാരിക്കുന്നത്, ഈ സംസാരം, നാവ് എന്ന് പറയുന്ന ഈ ചെറിയ കഷ്ണ ഇറച്ചി, ഇതിങ്ങനെ വായിൽ കിടന്ന് അനങ്ങുന്നത് കൊണ്ട് ശബ്ദം വരുന്നു. അത് ഈ അന്തരീക്ഷത്തിലൂടെ പോയി നിങ്ങളെ ചെവിയിലെത്തുന്നു, നിങ്ങളത് കേൾക്കുന്നു, അതുപോലെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങളത് സ്റ്റോർ ചെയ്യുന്നു. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാൽ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? സുന അല്ലാഹില്ലദി അത്ഖന കുല്ല ഷൈ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലദി അഹ്സന കുല്ല ഷൈൻ ഖലഖഹു. ഇന്ന് നമുക്ക് ഈ അത്ഭുതങ്ങളൊക്കെ അറിയാം. ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും ഇങ്ങനെ ഇത്ഖാനുണ്ട് എന്ന് അറിയുമായിരുന്നോ? ഇല്ല. ഇന്ന് എല്ലാ വസ്തുക്കളിലുമുള്ള ഇത്ഖാൻ മനുഷ്യർക്ക് ബോധ്യപ്പെട്ടതാണ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ. ഇതാണ് ദലീലുൽ ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത്ഖാനോട് കൂടിയ സൃഷ്ടിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ സൃഷ്ടിച്ചവൻ എല്ലാ ഇൽമുള്ളവനായിരിക്കണം. ആ സൃഷ്ടി നടത്തിയവന് ഈ സൃഷ്ടിയെക്കുറിച്ച് പരിപൂർണമായ അറിവുള്ളവനായിരിക്കണം. അതാണ് രണ്ടാമത്തെ തെളിവ്, അഖ്ലിയായിട്ടുള്ള തെളിവുകളിൽ രണ്ടാമത്തേത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ചുറ്റും കാണുന്ന വസ്തുക്കളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക, പഠിക്കുക. നിങ്ങൾ വലുതായി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനും പഠിക്കാനും സാധിക്കും ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച്. അതൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണമാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കാനും അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.